വിളിക്കുന്നതിനു മുമ്പ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സെയ്ദ് മുഹമ്മദിൻ്റെ അനുസ്മരണം പങ്കെടുക്കണമെന്ന് നിർബന്ധമായി മനസ്സിലാക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേക റോളൊന്നും ഇല്ലെങ്കിലും വരാൻ ആഗ്രഹിച്ച ആളാണ്. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കെ.എൻ. സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു മാർഗദീപമായിരുന്നു. അതിൻ്റെ ആ പൊതുപ്രവർത്തനത്തിൻ്റെ ശൈലി അവിടെ നിന്നും കൂടി മനസ്സിലാക്കാൻ എന്നെപ്പോലുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ആലപ്പുഴ ST കോളേജിൽ പ്രീഡിഗ്രിക്ക് വരുന്നതിന് മുൻപ് ലിയോത്തർ സ്കൂളിലെ ബാലജന സഖ്യത്തിൻ്റെ പ്രവർത്തകനായിരിക്കുന്നു. KSU പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളെ സംബന്ധിച്ച് പലയിടത്തെയും കുറിച്ച് വളരെ കൗതുകത്തോടുകൂടി നോക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ചില നേതാക്കളിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പേരാണ് ശ്രീ കെ.എൻ. സെയ്ദ് മുഹമ്മദ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, വള്ളിപ്പുറം NSS കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ആ കാലഘട്ടങ്ങളിൽ KSU നിരന്തരമായി വിജയിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടം എല്ലാ വർഷങ്ങളിലും ആ പള്ളിപ്പുറം NSS കോളേജിലെ KSU നേതാവാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ളത്, അതൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയം യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് പോകാൻ പോലും മോഹനക്കുറുപ്പിനെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ മോഹനക്കുറുപ്പ് സമരം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ KSUവിൻ്റെ ഒരു പുതിയ ചരിത്ര അധ്യായമായി ഇവിടെ തുടക്കം കുറിച്ചതാണ്. കാരണം കോളേജിൽ നിന്ന് പുറത്താക്കിയ മോഹനക്കുറുപ്പിനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം KSU ജൈത്രയാത്ര ആ സമരത്തിലൂടെ നടത്തി ആനപ്പുറത്ത് കൊണ്ടുപോയി മോഹനക്കുറുപ്പിനെ ബിഷപ്പൂർ കോളേജിൽ തിരിച്ചെടുപ്പിച്ചത് ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സെയ്ദ് മുഹമ്മദ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വർധന അവസാനിപ്പിച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിശക്തമായ പോരാട്ടം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രയാസം നമ്മുടെ ടൗണിൽ CPM-ന്റെ അതിപ്രസരത്തെ തടഞ്ഞു നിർത്തുവാൻ, ഒരണക്കെട്ട് പോലെ തടഞ്ഞു നിർത്തുവാൻ ശ്രീ സെയ്ദ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നമുക്ക് കഴിയുന്ന ഏറ്റെടുക്കാൻ ബഹുമാനായ അതിശക്തനായ ചെന്നാപ്പള്ളിയിൽ എല്ലാം സ്വാഗതം ചെയ്യും. അപ്പൊ അതിശക്തമായ നിലപാടെടുക്കുന്നു. പലപ്പോഴും കുറച്ചുണ്ടാക്കും, മറ്റു പാർട്ടികളിൽ ഉണ്ടാകും. പക്ഷെ നിലപാടുകൾ അതിശക്തമായിരിക്കും. ആ നിലപാടുകൾ അതിശക്തമായിരിക്കുമെന്നാണ് നമ്മൾ ചേർത്തലയിൽ ഇപ്പോൾ തന്നെ നമുക്ക് തലകെട്ടി നടക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും പഴയ പോലെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മതേതരത്വ മൂല്യങ്ങൾ സ്വന്തം മനസ്സിലും പ്രവൃത്തിയിലും സൂക്ഷിച്ച വയലാർജി അടക്കം AK ആന്റണി അടക്കം അവരോടൊക്കെ സഹചാരിയായി അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ ചേർത്തലയുടെ പരിസര പ്രദേശങ്ങളിലെ മണ്ണിൻ്റെ മണമുള്ള ഒരു പൊതുപ്രവർത്തകനും നേതാവുമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
നമുക്കറിയാം ഇന്ന് അകാലത്തിലുള്ള മരണങ്ങളൊക്കെ കൂടുകയാണ്. പല പ്രശസ്തരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മരണപ്പെടുന്ന ആളുകളുടെ മക്കൾ രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ അധികാര രംഗത്തോ ഒക്കെ ശക്തരാണെങ്കിൽ മാത്രമേ ആ മരണപ്പെടുന്നവരെ ഓർമ്മിക്കാറുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കുമ്പോൾ അങ്ങനെ അത്രയും പ്രഗത്ഭനായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന മക്കളാരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഈ 5 വർഷമായിട്ടും മങ്ങാതെ മായാതെ മറക്കാതെ അദ്ദേഹത്തിന് ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏറെ ആളുകൾ വിളിച്ചുകൂട്ടി എല്ലാ ആദരവും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുവാൻ പറ്റുന്നത് ആ മഹാനായ മനുഷ്യൻ, ആ സാധാരണക്കാരനായ പൊതുപ്രവർത്തകൻ, ആ കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ വിളിച്ചുകൂട്ടാൻ നമ്മൾ നടത്തിയ ശ്രമം എത്ര വലുതാണെന്ന് നമുക്കറിയാം. പക്ഷെ കേവലം ഒരു പേരിന്റെ പേരിൽ ഇത്രയും കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും പൊതുപ്രവർത്തകരും ഈ ഹോളിനുള്ളിൽ നിറഞ്ഞിരുന്നിരുന്നു എങ്കിൽ അത് തന്നെയാണ് KM സെയ്ദ് മുഹമ്മദ് എന്ന പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വീടുവിടാത്തരൊക്കെ ഇറങ്ങി കയറിയൊക്കെ വിളിച്ചില്ലാരെ നമ്മൾ കൃത്യമായ ഒരു പ്രചരണം നടത്തി മാത്രം ഇത്രയും പേരെ ഇവിടെ ഈ വേദിയിൽ സംഘടിപ്പിക്കുകയാണ്. എന്റെ KSU കാലഘട്ടം മുതൽ എനിക്ക് സെയ്ദിനെ അടുത്തറിയാം. അത് നിയോജകമണ്ഡലം പ്രസിഡന്റായിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ശ്രീമാൻ AK ആന്റണിയുടെ തെരഞ്ഞെടുപ്പില് ശ്രീ വയനാട്ടിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജൈജാനിക്കായ നേതാവിനെ കുറിച്ച് എനിക്ക് കേട്ടത് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കാണുമ്പോൾ എന്റെ തൊട്ട് മുമ്പേ കാണാൻ വന്നത് ഒരു അമ്മയും മകനുമായിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് വരികയാണ്. അപ്പൊ മകനെ അച്ഛൻ, അത് കുട്ടിയുടെ അച്ഛനെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അമ്മയുടെ പരാതി. ഞാനിപ്പോ ഓർക്കുന്നത് ലാൻഡ് ഫോൺ ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ. ആ ലാൻഡ് ഫോൺ കറക്റ്റ് വെച്ചുകൊണ്ട് അവിടെ CA വിളിക്കുകയാണ്. ഒറ്റ കോളിൽ CA ഫോണെടുത്ത് ഒറ്റ കോളിൽ പറഞ്ഞു, ഇന്ന ആളെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരുടെ കുടുംബാംഗം അങ്ങോട്ട് വരും.